Praise the Lord, hallelujah. I'm John Varapre, a Christian apologist from Ernakulam. And today's message is, the thoughts of the wise are vain before God. ബുദ്ധിശാലികളുടെ ആലോചനകൾ വൃദ്ധങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ലെറ്റ്സ് ഗോ ടു 1 Corinthians 3:19. For the wisdom of this world is foolishness with God, for it is written, He taketh the wise in their own craftiness, and again the Lord knoweth the thoughts of the wise that they are vain. 1 Corinthians 3:19. ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സയന്റിഫിക്കായിട്ട് ചിന്തിക്കുന്ന ഈ പരമ്പരയിൽ എന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് നമുക്ക് ചിന്തിക്കാം. ലോറൻസ് എം ക്രോസിനെ എല്ലാവരും അറിയാം. കനേഡിയൻ അമേരിക്കനായിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റാണ്, ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് എ യൂണിവേഴ്സ് ഫ്രം നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു പ്രപഞ്ചം. അതാണിപ്പോൾ സയന്റിസ്റ്റുകളെല്ലാം പറയുന്നത്, ഒന്നുമില്ലായ്മ എന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന് കളിയാകാം. അത് 2000 കൊല്ലം മുമ്പുള്ള ഒരു വിഡ്ഢികളുടെ പുസ്തകത്തിലല്ലാതെ എഴുതി വെച്ചിരിക്കുന്ന അറബികളുടെ നാടോടി കഥകളുടെ സമാഹാരമാണ് ബൈബിള്. അതിൽ എഴുതിയൊന്നും ഞങ്ങളൊന്നും അംഗീകരിക്കില്ല. അപ്പോൾ ഇവരെന്താ എഴുതിയിരിക്കുന്നത്, ഈ യൂണിവേഴ്സ് ഫ്രം നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്നൊരു പ്രപഞ്ചം. അത് സൂപ്പറാണ്, കാരണം അത് തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റല്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഭീകരമാണ്. എന്നാൽ ബൈബിള് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. അത് ഏറ്റവും 2000 കൊല്ലം പഴക്കമുള്ള വിദ്യ പുസ്തകത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഓക്കെയാണ്. അപ്പോൾ ഇത് ഹീസ് നോൺ ഫോർ ഡാർക്ക് എനർജി ആൻഡ് സീറോ എനർജി ഏറ്റവും പ്രശസ്തനാണ്. ഈ മേഖലയിൽ അദ്ദേഹം പ്രശസ്തനാണ്. അപ്പോൾ നമ്മൾ തരുന്ന പോലെ നത്തിങ് എന്ന് പറയുന്നത് വെറും നത്തിങ് അല്ല. അദ്ദേഹം പറയുന്നത് നത്തിങ് ഈസ് ക്വാണ്ടം ഫ്ലക്ച്വേഷനാണ്. ക്വാണ്ടം ഫ്ലക്ച്വേഷൻ. ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. അതാണ് ക്വാണ്ടം ഫ്ലക്ച്വേഷൻ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. ശരി, അത് ഉണ്ടായിക്കോട്ടെ. അപ്പോഴൊരു ചോദ്യം ശാസ്ത്രീയമായിട്ട് തന്നെ ചോദിക്കുകയാണ്, ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എവിടെ നിന്നുണ്ടായി? അതിനുത്തരവില്ല. ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ഉടനെ അവർ ചോദിക്കും ദൈവത്തെ ആര് സൃഷ്ടിച്ചു? അതൊക്കെ മണ്ടത്തരം. ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരവില്ല. അവരോട് അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കുന്നവരുടെ സ്യൂഡോ സയന്റിസ്റ്റുകളാണ്, സ്യൂഡോ അയുക്തിയവും കുയുക്തിയുമായിട്ടുള്ള വാദമുഖങ്ങളാണ് നിങ്ങൾ നിരത്തുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് സംഭവം. ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇത് തോട്ട്സ് ഓഫ് ദ വൈസ് ആർ വെയിൻ ബിഫോർ ഗോഡ്. ദൈവത്തിന് മുന്നിൽ അതിബുദ്ധിമാനാണ്. ഇത് ലോറൻസ് ക്രോസിന് അടുത്ത നൊബേൽ സമ്മാനം കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടട്ടെ, നല്ല കാര്യം. അപ്പോൾ ഈ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നത്തിങ് അല്ല. അദ്ദേഹം പറയുന്നത് 5 തരം നത്തിങ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു നത്തിങ് കൊണ്ട് മനുഷ്യൻ കിടക്കപ്പെടുന്നില്ല. അപ്പോൾ പറയുന്നത് 5 നത്തിങ് ഉണ്ട്. അതിൽ 3 നത്തിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ നത്തിങ് ആണ് പ്രൈവേറ്റീവ് നത്തിങ്. അതെന്താണെന്ന് വെച്ചാൽ കോമൺലി നോൺ ആസ് ആബ്സെൻസ്. ആദ്യത്തെ നത്തിങ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ആണ്. അത് മലയാളത്തിൽ പറഞ്ഞാൽ ഹാജരില്ല എന്ന് പറയാം. ആര് ഹാജരില്ലാത്ത അത് അറിഞ്ഞൂടാ. രണ്ടാമത്തെ നത്തിങ് ആണ് നെഗറ്റീവ് നത്തിങ്. നത്തിങ് എന്ന് പറഞ്ഞാൽ തന്നെ നെഗറ്റീവ്. പിന്നെ നെഗറ്റീവ് നത്തിങ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് പടി വാതിൽ എന്ന് പറയുന്ന പോലെ ആയിരിക്കും. അതിൻ്റെ അർത്ഥം ദ ഓൾ ടുഗദർ നോട്ട്. അപ്പോൾ ഈ ഒന്നുമില്ലായ്മയുടെ ഒരു സംഘാതം, ഓർ അബ്സല്യൂട്ട് നത്തിങ്, ഒന്നുമില്ലായ്മയുടെ പരകൂടി. ഇതാണ് രണ്ടാമത്തെ നത്തിങ്. ഓക്കെ. മൂന്നാമത്തതാണ് ദുനിയാവിൻ്റെ ഏറ്റവും വലിയ പെരിയ ഗുണ്ട്. ഫൈനലി ഒറിജിനൽ നത്തിങ്, ഒറിജിനലായിട്ടുള്ള നത്തിങ്. എന്താണത്? ദ നത്തിങ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? ഈ ലോകത്തിലെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. ദൈവത്തിന് മാത്രമല്ല മനുഷ്യർക്ക് പോലും ഭോഷത്വമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് ഭയങ്കര ശാസ്ത്രീയമാണെന്ന് ആണ് എല്ലാവരും പറയുന്നത്. യുക്തിവാദികളും നിരീശ്വരവാദികളെല്ലാം ഇത് കൊണ്ടാടുകയാണ്. അവന് ബുദ്ധിശാലികളെ അവർ തന്ത്രങ്ങളെ തന്നെ കൊടുക്കുന്നു. ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഡാർക്ക് എനർജി ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അത് വെറും ഒരു ഹൈപ്പോത്തസിസാണ്. അത് പ്രൂവൻ ചെയ്തിട്ടില്ല. സീറോ എനർജിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. ദ തോട്ട്സ് ഓഫ് ദ വൈസ് ആർ വെയിൻ ബിഫോർ ഗോഡ് അക്കോർഡിംഗ് ടു 1 Corinthians 3:19 and it is proven